പമ്പയിൽ നിന്ന് തിരിച്ച് നീലിമല കയറി അപ്പാച്ചിമേടും പിന്നിടുമ്പോൾ ശബരിപ്പീഠമെത്തും. അപ്പാച്ചിമേട്ടിലെത്തുന്നതോടെ വലിയ കയറ്റം അവസാനിക്കുന്നു. അല്പദൂരം കൂടി നടക്കുമ്പോൾ സമതല പ്രദേശമായ ശബരിപ്പീഠമാണ്. ശബരി എന്ന താപസി തപസ് ചെയ്ത സ്ഥലമാണിതെന്ന് പറയപ്പെടുന്നു. ഈ ശബരി രാമായണത്തിലെ ശബരിയാണോ അതോ ശബരിമലയുടെ പ്രാന്തങ്ങളിൽ പാർത്തിരുന്ന വർഗത്തിൽപ്പെട്ട ഭക്തയായിരുന്നോ എന്നത് വിവാദ വിഷയമാണ്. പണ്ടത്തെ ബുദ്ധമത വിദ്യാപീഠങ്ങളിൽ ഒന്നാണെന്ന് വാദിക്കുന്നവരുമുണ്ട്. ഇത് ശബരിമല യാത്രയിലെ ശബരിപീഠത്തിൽ എത്തിയിരിക്കുകയാണ്. അതായത് അപ്പാച്ചിമേടും കയറി വന്ന് കഴിയുമ്പോൾ പിന്നീട് ശബരിപീഠം, ഇവിടെ നിന്ന് പിന്നീട് മരക്കൂട്ടത്തിൽ നിന്ന് പിന്നീട് പരമ്പരാഗത വഴിയായ ശരൺകുത്തി വഴി എത്താം. അതല്ലെന്നുണ്ടെങ്കിൽ സഖാവ് ചന്ദ്രാനന്ദൻ റോഡ് വഴിയും സന്നിധാനത്ത് എത്താം. കൂടുതൽ ഭക്തരും ഈ ഒരു സമനിരപ്പിലൂടെ യാത്ര ചെയ്യാൻ ആഗ്രഹിക്കുന്നത് കൊണ്ട് ചന്ദ്രാനന്ദൻ റോഡ് വഴിയാണ് പോകുന്നത്. പക്ഷേ പരമ്പരാഗതമായി ആചാരം നിലനിർത്താൻ ആഗ്രഹിക്കുന്നവർ മുഴുവൻ ശരൺകുത്തി വഴിയാണ് പോകുന്നത്. ശ്രീരാമനും ലക്ഷ്മണനും സീതയെ തിരഞ്ഞുള്ള യാത്രയിൽ ശബരിയുടെ ആശ്രമത്തിലെത്തി അവരുടെ ആതിഥ്യം സ്വീകരിച്ചു. ശബരിയുടെ ആശ്രമമിരിക്കുന്ന സ്ഥലം ശബരിമല എന്നറിയപ്പെടുമെന്നും ലോകാവസാനം വരെ ശബരിയുടെ കഥ നിലനിൽക്കുമെന്നും രാമൻ അനുഗ്രഹിച്ചു. ശബരിപീഠത്തിൽ പ്രത്യേകം കെട്ടിയിട്ടുള്ള തറയിൽ കന്നിസ്വാമിമാർ തേങ്ങയുടയ്ക്കും. ശബരിപീഠത്തിലെ വെടിവഴിപാടും വിശേഷമാണ്.